അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. ബലിയായി നൽകുന്നു ഞാൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അടച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അടച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മിശിഹാ വഴി സഭയെ സ്ഥാപിക്കുകയും സ്വർഗീയ സൗന്ദര്യത്താൽ അവളെ അലങ്കരിക്കുകയും ചെയ്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. കൂദാശകൾ വഴി സഭയിൽ രക്ഷപ്രദാനം ചെയ്യുവാൻ തിരുമനസായ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സഭാപ്രതിഷ്ഠയെ അനുസ്മരിക്കുന്ന ഞങ്ങളെ ആത്മശരീര വിശുദ്ധിയോടെ ഈ ബലിയർപ്പിക്കുവാനും മാലാഖമാരോടൊത്ത് അങ്ങേ സ്തുതിക്കുവാനും ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിൻ സ്തുതി പാടിടുവിൻ, അത്യുന്നതനെ വാഴ്ത്തിടുവിൻ. ആകാശങ്ങളിലുയരട്ടെ കർത്താവിൻ അപദാനങ്ങൾ. ദൂതന്മാരെ സേവകരെ പാടുക നാഥനു സ്തുതിഗീതം. സൈന്യങ്ങൾക്കവനധിനാഥൻ ധന്യനെ വാഴ്ത്തുക സേനകളെ. സൂര്യനും അതുപോൽ ചന്ദ്രനുമാ സന്നിധിയിൽ സ്തുതി പാടട്ടെ. വാനിൽ താരക നിരയെല്ലാം നാഥനു ഗീതികൾ പാടട്ടെ. മേഘാവലിയിലെ ജലനിരയും ആകാശവും അതു പാടട്ടെ. അവിടുന്നല്ലോ തിരുമൊഴിയാൽ അവയെ സകലം സൃഷ്ടിച്ചു. ഗിരിശിഖരങ്ങൾ കുന്നുകളും ഫലവൃക്ഷങ്ങൾ വല്ലികളും തീയും മഞ്ഞും കന്മഴയും കാറ്റും നാഥനെ വാഴ്ത്തട്ടെ. താരനുമതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേനാമേനവരതം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ
മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്കു നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന.
കർത്താവെ ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യകൂടാരം സ്ഥാപിച്ച ദിവസം മേഘ അതിനെ ആവരണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു. നിരന്തരമായി അത് അങ്ങനെ നിന്നു. പകൽ മേഘവും രാത്രി അഗ്നിയുടെ രൂപവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയം അടിക്കും. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. അവിടുന്ന് കൽപ്പന പോലെ അവർ പാളയം അടിച്ചു. മേഘം കൂടാരത്തിന് മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർതൃമതിയുടെ മക്കളേക്കാളധികം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നീ ഇരുവശത്തേക്കും അതിരുഭേദിച്ച് വ്യാപിക്കും. നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജനനഗരങ്ങൾ ജനനിബിഡമാക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയുമില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈധവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല. നിന്റെ സൃഷ്ടാവാണ് നിന്റെ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവൻ്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്ത ഹൃദയയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നുവെന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു, എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കുമെന്ന് നിൻ്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്ക്. അവൻ്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോടൊരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ദൈവമായ കർത്താവിന് സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നിന്നുള്ള വായന. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. അതിനുമീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിൻ്റെ കെരൂബുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ വിവരിക്കുന്നില്ല. ഇവ ഇപ്രകാരം സജ്ജീകരിച്ച ശേഷം പുരോഹിതർ എല്ലാ കാലത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. രണ്ടാമത്തെ കൂടാരത്തിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്കു വേണ്ടിയും അജ്ഞതയാൽ ചെയ്തുപോയ തെറ്റുകൾക്ക് ജനത്തിനു വേണ്ടിയും അർപ്പിക്കുവാനുള്ള രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു. ആദ്യ കൂടാരത്തിന് നിലനിൽപ്പുണ്ടായിരിക്കെ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പാത ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. അർപ്പകൻ്റെ അന്ധക്കരണം തികവുറ്റതാകുവാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളും അർപ്പിക്കുന്ന ഈ കാലത്തിൻ്റെ സാദൃശ്യമാണത്. പുതിയ ക്രമം നിലവിൽ വരുന്നതുവരെ ഭക്ഷണപാനീയങ്ങൾ, പലവിധ ഷാളനങ്ങൾ,
ശാരീരിക വിധികൾ എന്നിവയെപ്പറ്റി മാത്രം ഇവ പ്രതിപാദിക്കുന്നു. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി വന്ന മിശിഹായെ കൂടുതൽ വലുതും പൂർണ്ണവും ഹസ്തനിർമ്മിതവുമല്ലാത്തതുമായ, അതായത് ഈ സൃഷ്ടിയല്ലാത്ത കൂടാരത്തിലൂടെ കോലാടുകളെയോ കാളക്കുട്ടികളെയോ അല്ലാതെ സ്വന്തം രക്തത്തിലൂടെ നിത്യരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഒരിക്കൽ മാത്രം എന്നേക്കുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. കാരണം കോലാടുകളെയും കാളക്കുട്ടികളെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച മിശിഹായുടെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല. ഇതുകൊണ്ട് വിളിക്കപ്പെട്ടവർ നിത്യാവകാശത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് ആദ്യത്തെ ഉടമ്പടിക്ക് കീഴിലെ ലംഘനത്തിൽ നിന്നുള്ള മോചനത്തിനായി നടന്ന മരണത്തിലൂടെ അവനൊരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവുമുയിരും പകരും മൊഴികൾ മോദാ. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേകി ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സദ്ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവൻ വചനം കേൾക്കിലൊളിക്കും സാത്താൻ. ബാധകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ ഈശോ ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ ചരട് കൊണ്ട് ചാട്ടയുണ്ടാക്കി അവയെല്ലാം, ആടുകളെയും കാളകളെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇവ ചെയ്യുന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുന്നത്? ഈശോ മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അപ്പോൾ യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർക്കുകയും അങ്ങനെ ലിഖിതവും ഈശോ പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയുടെ ദേവാലയ ശുദ്ധീകരണമാണ് നമ്മൾ വായിച്ചത്. കുറേയൊക്കെ നമുക്കറിയാം, മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ടായിരിക്കും. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക്
പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് 2 തിരുവചന ഭാഗങ്ങൾ പരിചയപ്പെടുത്താം. അത് നമുക്ക് വലിയ ആശ്വാസവും വലിയ പ്രതീക്ഷയും നൽകുന്ന 2 വാക്യങ്ങളാണ്. ഇന്നത്തെ 2ാമത്തെ വായനയിൽ ഏശയ്യാ പ്രവാചകൻ്റെ, നമ്മുടെ തോമസ് സാർ വായിച്ചതാണ് 2ാമത്തെ വായന. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാമത്തെ അധ്യായമാണ് വായിച്ചത്. ഈ 54-ാം അധ്യായത്തിൻ്റെ 3ാമത്തെ വാക്യം, വീട്ടിലിരുന്ന് ഇത് കൂടുന്നവർ ഒട്ടും താമസിപ്പിക്കാതെ ഇപ്പം തന്നെ ബൈബിൾ എടുത്തിട്ട് ഒരു പേനയും എടുത്ത് ഇതങ്ങ് വരച്ചിട്ടാൽ വളരെ നല്ലതാണ്. ബൈബിളിൽ നല്ല ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് ഈ വാക്യം കിടക്കണം. നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വാക്യമാണ്. ഇതെങ്ങനെയുള്ളവർക്കെന്നറിയാമോ വലിയ ആശ്വാസം തരുന്നത്? അതായത് നമ്മൾ ഫീൽ ചെയ്യുകയാണ് നമ്മളിങ്ങനെ വല്ലാണ്ട് ലിമിറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നു, ഇങ്ങനെ പരിമിതപ്പെട്ട് നിൽക്കുന്നു. വി ആർ അണ്ടർ കൺസ്ട്രെയിൻസ് എന്ന ചിന്ത. അതായത് ഒന്നും ശരിയാകുന്നില്ല, അങ്ങോട്ട് ഒന്നും മെച്ചപ്പാട് വരുന്നില്ല, പലത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു വിലക്കിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തതുപോലെയുള്ള ഒരു ഫീല്, ഒന്നും വളരുന്നില്ല. കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്താണോ അങ്ങോട്ടും ശരിയാകുന്നില്ല എന്നൊരു ചിന്തയിലിരിക്കുന്നവർക്ക്, അത് ആർക്കാ ഇല്ലാത്തല്ലേ അത്തരം ചിന്തകൾ? നമുക്കൊക്കെ വളരാൻ ആഗ്രഹമുണ്ട്. വളരണം, വളരുന്നത് ഒരു നന്മയാണ്. വളരണം, അതിന് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയും വേണം. പ്രത്യേകിച്ച് ഇപ്പോഴീ കഴിഞ്ഞ 8-9 മാസം ഒരുപാട് സാമ്പത്തിക തിരിച്ചടികളുടെ കാലത്ത് ഒരുപാട് പേരുടെ നൊമ്പരമാണ് എങ്ങനെയാണ് ഈ പരിമിതികളുടെ പുറത്തേക്കൊന്ന് കടക്കുന്നത് എന്നുള്ളത്, ഈ വേലിക്കെട്ടിൻ്റെ പുറത്തേക്കൊന്ന് കടക്കുന്നത്. അതിന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു വാക്യമാണ് ഏശയ്യാ 54:3. അതിങ്ങനെയാണ്, കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഇസ്രായേലിന് കർത്താവ് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അതിങ്ങനെയാണ്, നീ ഇരുവശത്തേക്കും അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. നീ ഇരുവശത്തേക്കും അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. കർത്താവിൻ്റെ വാഗ്ദാനം, നീ ഇരുവശത്തേക്കും അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. പ്രാർത്ഥിക്കാവുന്നൊരു പ്രാർത്ഥന എന്തെന്നറിയാമോ? കർത്താവേ, ഏശയ്യാ 54:3 എന്നിൽ പൂർത്തിയാക്കണമേ. ചിലരെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ നിന്നാൽ പോരാ, ഇങ്ങനെ നിന്നാൽ പോരാ, ഇനി ഒരുപാട് വളരാനുള്ള പൊട്ടൻഷ്യൽസ് ഉണ്ട്, പക്ഷെ എന്തോ അങ്ങോട്ട് ശരിയാകുന്നില്ല. ശരിയാകും. അപ്പോൾ ഇത് പ്രാർത്ഥിക്കണം. ഏശയ്യാ, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, ചിലപ്പോൾ നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിച്ചു, നല്ല കഴിവുണ്ട്, പക്ഷെ എന്താണോ ആ ട്രാക്കിലേക്ക് എത്തിയിട്ടില്ല. അതായത് അവരുടെ ആ കഴിവ് മുഴുവൻ ഒന്ന് തിളങ്ങി നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് അവർ വളരാൻ പറ്റുന്നൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. പ്രാർത്ഥിക്കണം. ഏശയ്യാ 54:3 നീ ഇരുവശത്തേക്കും അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. ഒരു വേലിയും ഒരു മതിലും നിനക്ക് തടസ്സമാകില്ല. ഒരുപാട് വളരാനുണ്ട് നമ്മളൊക്കെ ഇനിയും. നീ ഇരുവശത്തേക്കും അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. അടുത്തത്, അതിൻ്റെ കാരണം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്തുകൊണ്ട് നീ വളരും? അതിൻ്റെ ഉത്തരമാണ് രസം. 5ാമത്തെ വാക്യം, ഏശയ്യാ 54:5. ഇതാണ് ഞാൻ പറഞ്ഞത്. ബൈബിൾ ഉള്ളവർ ഇപ്പം തന്നെ അതങ്ങ് വരച്ചിട്ടോളാൻ പറയുന്നത്. ഏശയ്യാ 54:3 നീ ഇരുവശത്തേക്കും അതിരുകൾ ഭേദിച്ച് വ്യാപിക്കും. ഇപ്പം തന്നെ കാണാപ്പാടം പഠിച്ചു. ഏശയ്യാ 54:5 എന്തുകൊണ്ട് നീ ഇരുവശത്തേക്കും അതിരുകൾ ഭേദിച്ചു വ്യാപിക്കും? ഉത്തരം, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. അതായത് ഇത് കേൾക്കുന്നവൻ ആണോ പെണ്ണോ എന്ന് വ്യത്യാസമില്ല. ആരായാലും നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. അതായത് ദൈവത്തോട് ഒരു ഭർത്താവിന് എന്നോ പോലെ വിധേയത്വവും സ്നേഹവും നമ്മൾ രൂപപ്പെടണമെന്ന്. അവിടെ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന ചിന്തയില്ല. ഇതെല്ലാ മതസംസ്കാരത്തിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഭാരത സംസ്കാരത്തിലുണ്ട്. ഈ രാധാമാധവം എന്നൊക്കെ പറയുന്നത് പോലെ, അതായത് ദൈവത്തോട് ഈ പറഞ്ഞതുപോലെയുള്ളൊരു ആരാധന, ഒരു ഭർത്താവിനോട് ഭാര്യയ്ക്ക് തോന്നുന്ന വിധത്തിലുള്ളൊരു ബന്ധം. ഇത് പഴയ നിയമത്തിൽ ആഗമാനമുണ്ട്. പഴയ നിയമത്തിൽ ആഗമാനം ഇസ്രായേല് ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ പ്രിയതമയാണ്. അത് ഉത്തമഗീതത്തിലൊക്കെ നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട്. അങ്ങനത്തെ അഫെക്ഷൻ ഉണ്ട് ദൈവത്തോട്. ഇത് പഴയ നിയമത്തിൻ്റെ ആശയം മാത്രമല്ല, പുതിയ നിയമത്തിൽ നമ്മൾ എന്താ പറയുന്നത്? സഭ മിശിഹായുടെ മണവാട്ടിയാണ്. മിശിഹായാണ് വരൻ, സഭ മണവാട്ടിയാണ്. സഭ ആരാണ്? നമ്മളൊക്കെ തന്നെയാണ്. അതാണ് പറയുന്നത് ഏശയ്യാ 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. അത്രയധികം അഫെക്ഷൻ ദൈവത്തോടുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ അവൻ നമ്മളെ പരിപാലിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഏശയ്യാ 54:3 54:5 ഒന്ന് മനസ്സിൽ കിടക്കണമെന്ന് ഇന്നത്തെ വായനയായിട്ട് വന്നതുകൊണ്ട് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇത് ഒരു സ്റ്റാർട്ടിംഗ് ആണ്, പ്രസംഗമല്ല. ഞാൻ 2 വാക്യങ്ങൾ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മുടെ വിഷയം, ഇന്നത്തെ സുവിശേഷ ഭാഗം എന്താണ്? ഈശോയുടെ ദേവാലയ ശുദ്ധീകരണമാണ്.
ഇതിൻ്റെ പല ഭാഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ ഓൺലൈൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഭാഗം പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഞാൻ ചില കാര്യങ്ങൾ ഇത് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഇടവക്കാരല്ലാത്ത നമ്മുടെ യൂട്യൂബിലൂടെയൊക്കെ നമ്മളെ കാണുന്ന ആളുകളുടെ പരാതികൾ കേൾക്കാറുണ്ട്. അതൊരു രസമാണ്, സന്തോഷമാണ് അങ്ങനെ കേൾക്കുമ്പോൾ. കാരണം അവർ പറയുന്ന പരാതി, അച്ഛൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറയുന്ന അച്ഛൻ്റെ ഇടവക്കാരാണ്, ഞങ്ങളിത് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വളരെ നിഷ്കളങ്കതയോടെ അവർ സംസാരിക്കാറുണ്ട്, മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അതുകൊണ്ട് ഒരു റിവിഷൻ ആയിക്കോട്ടെ നമുക്കും, ഇടവക ജനത്തിനും ബാക്കിയുള്ളവർക്ക് ഇതൊരു അറിവുമാകട്ടെ. ഈ ഈശോയുടെ ദേവാലയ പ്രവേശനം നമ്മൾ ഇന്ന് വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റ് സുവിശേഷങ്ങളിൽ ഇത് അവസാനമാണ്. മറ്റ് സുവിശേഷങ്ങളിലൊക്കെ ഇത് അവസാനമാണ് കിടക്കുന്നത്. എന്ത്? ഈശോ ഈ ദേവാലയത്തിലേക്ക് കയറി ചാട്ടവാറെടുത്ത് ഈ ദേവാലയം വൃത്തിയാക്കുന്ന ആ രംഗം മറ്റ് സുവിശേഷങ്ങളിൽ അവസാനം കിടക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യം തന്നെയാണ്, 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വീട്ടിലെ അവൻ വെള്ളം വീഞ്ഞാക്കിയിട്ട് തൊട്ടടുത്ത സംഭവമാണ് ഈശോ ദേവാലയത്തിലേക്ക് കയറി ഈ പ്രകടനം നടത്തുന്ന ഭാഗം. ഒരു കാര്യം അറിഞ്ഞിരിക്കണം, എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ട്? അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില വിപ്ലവകാരികളും ചില പ്രത്യയശാസ്ത്രങ്ങളുടെ വക്താക്കളുമൊക്കെ ഈശോയെ പിടിച്ച് അവരുടെ കൂട്ടത്തിൽ ചേർക്കുന്നത് ഈ സുവിശേഷ ഭാഗം കാണിച്ചുകൊണ്ടാണ്. ഈ സുവിശേഷം കണ്ടോ, ഈശോ ഞങ്ങളെപ്പോലെ തന്നെയായിരുന്നു, അവനും ആയുധം എടുത്തു, അവനും വിപ്ലവം കാട്ടി എന്നാണ് പറയുന്നത്. ബൈബിൾ അറിയാൻ മേലാത്തവരുടെ ജൽപ്പനങ്ങളാണ് അതൊക്കെ. അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട അത് ഏറ്റവും ലീസ്റ്റ് കാര്യമാണ് ആ പറഞ്ഞ ആശയം, ആ വിപ്ലവത്തിൻ്റെ കൺസെപ്റ്റ്. ഒന്നാമത്തത് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതാദ്യം, ബാക്കിയുള്ളവരിൽ അവസാനം. എന്താ കാര്യം എന്ന് വെച്ചാൽ, പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഈ യഹൂദ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് ഒരു ചിന്തയുണ്ട്. അവരുടെ മിശിഹ പ്രതീക്ഷയിൽ, അവരുടെ മെസ്സിയാനിക് എക്സ്പെക്റ്റേഷനിൽ ഒരു ചിന്തയുണ്ട്. മിശിഹ വരുമ്പോൾ 7 കാര്യങ്ങൾ സംഭവിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിശിഹ വരുമ്പോൾ 7 കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈശോ വന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? ജനത്തിൻ്റെ പ്രതീക്ഷയുണ്ടല്ലോ, എന്ത്? 7 കാര്യങ്ങൾ സംഭവിക്കും മിശിഹ വരുമ്പോൾ, ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ആ മിശിഹ പ്രതീക്ഷകളിൽ ഒന്നാണ് എന്ത്? മിശിഹ വരുമ്പോൾ വീഞ്ഞിൻ്റെ സമൃദ്ധി ഉണ്ടാകും. മിശിഹ വരുമ്പോൾ വീഞ്ഞിൻ്റെ സമൃദ്ധി ഉണ്ടാകും. എവിടെ കാണുന്നു? കാനായിലെ കല്യാണ വീട്ടിൽ ദേ വീഞ്ഞിൻ്റെ സമൃദ്ധി മിശിഹ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തിൻ്റെ അടയാളമാണത്. മറ്റൊന്നാണ്, മിശിഹ വരുമ്പോൾ ഞങ്ങൾക്ക് കാണാതെ പോയ മന്ന, ഇസ്രായേൽ ജനത്തിന് കിട്ടിയ മന്നയുടെ ഒരു തുണ്ട് അവർ വാഗ്ദാന പേടകത്തിൻ്റെ അകത്ത് പാത്തു വെച്ചിട്ടുണ്ടായിരുന്നു, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാബിലോണിയൻ വിപ്രവാസ കാലത്തിന് മുമ്പായിട്ട് തകർക്കപ്പെട്ടു. ഈ മന്ന കാണാതെ പോയി, വാഗ്ദാന പേടകം കാണാതെ പോയി, ആ കൂട്ടത്തിൽ ഈ സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പവും കാണാതെ പോയി. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രതീക്ഷയുണ്ട്, മിശിഹ വരുമ്പോൾ അപ്പം തിരിച്ചു കിട്ടും, അപ്പം തിരിച്ചു കിട്ടും. എന്താ സംഭവം? ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പം 5 അപ്പത്തിൽ നിന്നേ അപ്പത്തിൻ്റെ പെരുപ്പം അവർക്കായി വിളമ്പിക്കൊടുക്കുന്നു. എന്താ സംഭവം? മിശിഹ പ്രതീക്ഷയാണത്. മിശിഹ വരുമ്പോൾ അപ്പം. അതുപോലെ അടുത്ത ഒരു പ്രതീക്ഷയാണ്, മിശിഹ വരുമ്പോൾ അവൻ ദേവാലയത്തിൽ തന്നെ വെളിപ്പെടുത്തും. മിശിഹ വരുമ്പോൾ അവൻ ദേവാലയത്തിൽ തന്നെ വെളിപ്പെടുത്തും. ദേ ഇവിടെ ഈശോയുടെ ദേവാലയ പ്രവേശനം. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ ഇതെല്ലാം കൂടെ ആദ്യം തന്നെ വെച്ചിരിക്കുന്നത്. എന്താ കാര്യം? ഇവനാണ് മിശിഹ എന്ന് ഉറപ്പിക്കുകയാണ്. ഇവനാണ് മിശിഹ എന്ന് ഉറപ്പിക്കുകയാണ്. അതാണ് 2-ാമത്തെ ഈ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ മിശിഹ കൺസെപ്റ്റ്, മെസ്സിയാനിക് എക്സ്പെക്റ്റേഷൻ്റെ അവതരണമാണ്. അടുത്ത കാര്യം എന്താണ്? അടുത്തത് ഈ കാള, ആട്, പ്രാവ്, ഇതിനെയൊക്കെ എന്തിനാണ് അവിടെ കൊണ്ടുവന്നിരുന്നത്? ഇതിനെയൊക്കെ കൊണ്ടുവന്നിരുന്നത് ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാശുള്ളവൻ കാളക്കുട്ടിയെ ബലിയർപ്പിക്കും, അതിനെ മേടിക്കാൻ കാശ് വേണം. ഒരു ആവറേജ് ആൾക്കാർ കുഞ്ഞാടിനെ ബലിയർപ്പിക്കും. ഇനി പാവപ്പെട്ടവൻ പ്രാവിനെ, ചങ്ങാലിയെ ബലിയർപ്പിക്കും. ഈശോയ്ക്ക് പകരമായിട്ട് ചങ്ങാലിയാണ് കുഞ്ഞുനാളിൽ ബലിയർപ്പിച്ചിരുന്നത്, പാവപ്പെട്ടവൻ. അതുകൊണ്ടാണ് ഈ 3 ജീവികളെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഇവരുടെ ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഈ മൃഗങ്ങളുടെ ചോര വീഴ്ത്തിയാണ് ബലിയർപ്പിച്ചിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ബലിയർപ്പണത്തിന് കഴുത്ത് വെട്ടാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നതാണ് കാള, ആട്, പ്രാവ്. ഈശോ വന്നിട്ട് എന്താ പറയുന്നറിയാമോ? മതി, ആ മിണ്ടാപ്രാണികളുടെ ചോര വീഴ്ത്തിയത് മതി, യഥാർത്ഥ ബലികുഞ്ഞാടായ ഞാൻ വന്നു, യഥാർത്ഥ ബലികുഞ്ഞാടായ ഞാൻ വന്നു. ഇനി എൻ്റെ ചോര വീഴ്ത്തി ഞാൻ മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു കൊള്ളാം, ഇനി അവയെ വെറുതെ വിട് എന്ന് പറഞ്ഞ് കാളയെയും ആടിനെയും പ്രാവിനെയും ഒക്കെ കർത്താവ് അവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയായിരുന്നു. 3-ാമത്തതാണ്, ശരിയാണ്, അവിടെ അഴിമതി ഉണ്ടായിരുന്നു.
ഈ ദേവാലയത്തിൽ അഴിമതി ഉണ്ടായിരുന്നു. ഈ അഴിമതിയോടുള്ള കർത്താവിൻ്റെ എതിർപ്പായിരുന്നു ഈ ചാട്ടവാറെടുക്കൽ. എന്താണ് അഴിമതി? നാണയമാറ്റത്തിൻ്റെ അഴിമതി. ഈ സീസറിൻ്റെ മുഖം പതിച്ച, അതുകൊണ്ടാണ് ഒരു തവണ ഈശോയോട് ചോദിക്കുന്നില്ലേ ഈ ഇതാരുടേതാണ്, ഇത് നാണയം ആരുടെ, അപ്പോൾ പറയുന്നില്ലേ സീസറിനുള്ളത് സീസറിന് കൊടുക്കണമെന്ന് പറയുന്നു. ഈ സീസറിൻ്റെ മുദ്ര പതിപ്പിച്ച നാണയങ്ങളൊന്നും ദേവാലയ ഭണ്ഡാരത്തിൽ ഇടാൻ പറ്റില്ല. ഹെബ്രായർക്കൊരു നാണയമുണ്ട്, യഹൂദനൊരു നാണയമുണ്ട്. അപ്പോൾ ഈ മണി എക്സ്ചേഞ്ച് നടത്തും അവിടെ നിന്നുള്ള നാണയങ്ങൾ കൊണ്ടുവന്നാൽ അതിന് തുല്യമെന്ന് പറയുന്ന ഒരു അളവ് നാണയം, യഹൂദ നാണയം ഇവർക്ക് തിരിച്ചു കൊടുക്കും. ആ നാണയമേ കൊണ്ടുപോയി നേർച്ചപ്പെട്ടിയിൽ ഇടാൻ പറ്റൂ. ഈ നേരത്തൊരു കള്ളത്തരം നടക്കും, ഈ എക്സ്ചേഞ്ചിൻ്റെ നേരത്ത് അവരെ പറ്റിക്കും. പിന്നെന്നുള്ളത് അജകവാടം എന്നുള്ളത് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ട്. അജകവാടം, എന്ന് പറഞ്ഞാൽ എന്താ? ആട്. അജകവാടം എന്ന് വെച്ചാൽ ഇപ്പോൾ മനുഷ്യൻ ആടിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ ഇവർ ഈ അജകവാടത്തിലൂടെ കയറ്റി വിടും ആടിനെ. ഇതിനകത്തൂടെ കയറിപ്പോയാൽ ഇവർ പറയും ഈ ആട് പോരാ, കാരണം എന്താ, അത്രേ ഉള്ളൂ, വണ്ണമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആട് പോരാ, വേറെ ആടിനെ മേടിക്കണം ഇവിടുന്ന്. അപ്പോൾ നല്ല കൊഴുത്ത ആടിനെ തരും, അതിനുള്ള കാശും കൊണ്ട് തരണം. എന്നിട്ട് അങ്ങനെ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്, ഇവർ കൊണ്ടുവന്ന ഈ മെലിഞ്ഞ ആടില്ലേ, ഇതിനെ പിടിച്ച് അപ്പുറത്തൊരു തോടുണ്ട്, ആ തോട്ടിലേക്ക് എടുത്തിടും. കുറച്ച് കഴിയുമ്പോൾ ഈ ആട് ചീർത്ത് വരും വെള്ളം കുടിച്ചിട്ട്. അപ്പോൾ അതിനെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവെക്കുമ്പോൾ അടുത്ത കൂട്ടർക്ക് ഇതാണ് കച്ചവടം ചെയ്യുന്നത്. കാരണം വീഴ്ത്ത ആട്, അജകവാടത്തിലൂടെ കടന്നു പോകാത്ത ഉടക്കി നിൽക്കുന്ന വണ്ണമുള്ള ആട്, കൊഴുത്തയാട്, അതിനെ അടുത്ത കൂട്ടർക്ക്. ഇങ്ങനത്തെ അഴിമതികളൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് കർത്താവ് കലഹിച്ചത്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ കേവല വിപ്ലവമല്ല, അതിന് തിയോളജിക്കൽ ഒരു ഇൻ്റർപ്രിട്ടേഷനും ഉണ്ടെന്ന് ഞാൻ സ്ഥാപിക്കുകയായിരുന്നു. ഇനിയാണ് ഇന്നത്തെ ഒറിജിനൽ ആശയത്തിലേക്ക് വരുന്നത്. കുറച്ച് സമയം ആയെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. അവസാനത്തെ ചിന്തയാണ്. അവിടെ മുഴങ്ങുന്നൊരു വാക്യമാണ്, കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരുന്നത് പോലെ, അല്ലെങ്കിൽ വേദഗ്രന്ഥത്തിൽ കാണുന്നത് പോലെ, കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. ആ ഒരു വാക്യമാണ് ഇന്നത്തെ പ്രധാന ധ്യാനം. അത് 2 മിനിറ്റ് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. ഞാൻ പൗരോഹിത്യ പരിശീലനം നടത്തിയ ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ അൾത്താരയിൽ അച്ഛന്മാർ കുർബാന ചെല്ലാൻ നിൽക്കുമ്പോൾ ഈ കുർബാന ചെല്ലാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഫ്ലോറിൽ ഡയമണ്ട്സ് ഉണ്ട്, രത്നക്കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. മദ്ബഹായിലുമൊക്കെ രത്നക്കല്ലുകളുണ്ട്. അപ്പോൾ ഈ അച്ഛൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്ന വാക്യമാണിത്: സേലോ സെലാത്തൂസ് സും പ്രോ ഡോമിനോസ് ദെയു എക്സൽസെർത്തൂം എന്ന് പറഞ്ഞുകൊണ്ട് ലത്തീനിലാണ്. എന്താ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാൽ, കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് പുരോഹിതൻ ബലിയർപ്പിക്കുന്നത്. ഇതാര് പറഞ്ഞതെന്നറിയാമോ? കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ അവിടെ ഏലിയ പറയുന്നതാണ്. ജസബൽ രാജ്ഞി ദേശം ഭരിക്കുന്ന, ആഹാബും ജസബലും ദേശം ഭരിക്കുന്ന കാലത്ത്, അന്ന് കർത്താവിൻ്റെ പുരോഹിതരെ ജസബല് കൊന്നൊടുക്കിയ കാലത്ത് ഇവൻ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ്. ഏലിയ ഒളിച്ചോടി അവനൊരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അവിടെ വെച്ച് കർത്താവ് അവന് അപ്പവും ഭക്ഷണവും കൊടുക്കുന്നു. അവിടെ ഇരുന്ന് കഴിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ മരം വാടിപ്പോകുന്നു. ആ എപ്പിസോഡ് നിങ്ങൾ വായിക്കണം. എന്നിട്ട് ഇവനൊരു ഗുഹയെ കയറി ഒളിച്ചിരിക്കുകയാണ്. ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ ചോദിക്കുന്നു ഏലിയായോട്, ഏലിയ നീ എന്ത് ചെയ്യുന്നു? ഏലിയ നീ എന്ത് ചെയ്യുന്നു? ഗുഹയ്ക്കകത്തിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവൻ പറയുകയാണ്, കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ എരിയുന്നു. കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ എരിയുന്നു. ഞാനിത് പറയാൻ കാര്യം, അന്ന് ജസബലിനെ പേടിച്ച് ഏലിയ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നെങ്കിൽ ഇന്ന് കൊറോണയെ പേടിച്ച്, കോവിഡിനെ പേടിച്ച്, ഒപ്പം നമ്മുടെ അധികാരികളുടെ നിയമങ്ങളെ പേടിച്ച് നമ്മൾ ഭവനങ്ങളിൽ ഒളിച്ചിരിക്കുന്ന കാലമാണ്. അന്ന് ഏലിയ ഗുഹയ്ക്കകത്തിരുന്നത് പോലെ നമ്മളും ഭവനങ്ങൾക്കകത്തിരിക്കുകയാണ്. സാരമില്ല, അവിടെ ഇരിക്കട്ടെ തൽക്കാലം. ഏലിയായെയും കർത്താവ് അനുവദിച്ചു. നീ അവിടെ ഇരുന്നോ, ഗുഹയ്ക്കകത്തിരുന്നോ. പക്ഷെ ഒരു ചോദ്യം ചോദിച്ചു, നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുകയാണ്? നീ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുകയാണ്? അന്ന് ഏലിയ പറഞ്ഞ ഉത്തരം, കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ എരിയുന്നു. ഈ കാലഘട്ടം ഒരുക്കുന്ന പരിമിതികളിൽ നമ്മൾ ഭവനങ്ങളിനകത്ത് ഒതുക്കപ്പെടുമ്പോഴും നമുക്കിങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റണം. എന്താണ്? കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ എരിയുന്നുവെന്ന്. കാരണം അവിടെ ഇരിക്കുമ്പോഴും ദേവാലയത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അവൻ്റെ പരിശുദ്ധ ബലിപീഠത്തെക്കുറിച്ചും ചിന്തയുണ്ടാകണമെന്ന് സാരം. ദേവാലയം പ്രധാനപ്പെട്ടതാണ്. ദേവാലയത്തെ പൊളിച്ചെഴുതാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു ദൂസര സങ്കല്പം കൊണ്ടു നടക്കരുത്. എന്താ കാര്യം? കർത്താവ് തമ്പുരാൻ തന്നെ ദേവാലയത്തെ വലിയ ബഹുമാനത്തോടെ കണ്ടു. അതുകൊണ്ടാണ് അവൻ ദേവാലയ ശുദ്ധീകരണം നടത്തിയത്. എന്തെങ്കിലും ആകട്ടെ എന്ന് വെച്ചാൽ അവൻ ആ തീക്ഷ്ണതയാൽ എരിയുകയില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മനസ്സിലുണ്ടായ വാക്യം,
ഏലിയ പറഞ്ഞ വാക്യം നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ ആവർത്തിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ എരിയുന്നു. ആമീൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസ്ഥാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന വാഗ്ദാനമനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യഭാഗത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും സഭയെ സ്വർഗീയ ജെറുസലേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. എല്ലാ ജനപദങ്ങളും നിന്നെ രക്ഷകനായി ഏറ്റുപറയുവാനും നിന്നിൽ ശാശ്വതമായ സമാധാനം കണ്ടെത്തുവാനും രക്ഷയുടെ അടയാളവും സമാധാനത്തിനുഹുമമായി സഭയെ സ്ഥാപിച്ച കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാമ്പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുസഭയെ കളങ്കമേശാത്ത വധുവാക്കി തീർക്കുവാൻ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത മിശിഹായെ, നിന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ നീ പ്രസാദിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നീ പിതാവിനോടൊന്നായിരിക്കുന്നത് പോലെ ഞങ്ങളും നിന്നിൽ ഒന്നായിരിക്കുവാൻ സഹായിക്കണമേ. നിത്യ സൗഭാഗ്യത്തെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളേവരെയും നിലനിൽപ്പിന്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലയൊണിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യനാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേധോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവനെടുത്താൽ മുദ്രയാക്കുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. എന്റെ കർത്താവായ രാജാവേ, നിന്നെ ഞാൻ പാടിപ്പുകഴ്ത്തും. രാജാവേ, നിൻ തിരുരക്തത്താൽ സഭയെ പാലിച്ചു
ബലിയർപ്പിക്കും. സ്തുതി പാടും നാഥൻ പരിശുദ്ധൻ. ആദനുമതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാർത്തിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തെ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിസ്തയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർദ്ദവാനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയുമല്ല, നാവുകളിൽ നിന്ന് കൃതജ്ഞതയുമല്ല, സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ 1000ങ്ങളും മാലാഖമാരുടെ 10000ങ്ങളും മഹോന്നതനായ
അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്തു കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം
അത്ര വലിയ അനുഗ്രഹമാണു നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേൽദീക്ഷനുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷിക്കുന്നവർക്കും വിശുദ്ധ മാമുദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായി രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ
തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തെ അനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്ന ഈ ശുശ്രൂഷികളെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവനദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിനുള്ള വർണ്ണശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കണമേ. കലഹം മാറ്റാം, ഭിന്നത നീക്കിടാം, മനസാക്ഷി നിർമ്മലമാക്കിടാം. കർത്താവേ, നിൻ ദാസരാമിവർ തൻ പാപകടങ്ങൾ മോചിക്കണമേ. ദേശം നീക്കാം, ശത്രുത കൈവടിയാം, ആത്മാക്കൾ പാവനമാക്കിടാം.
കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. ഭക്തിയൊടങ്ങേ കൈക്കൊണ്ടീടാം റൂഹായാൽ അതിനിർമ്മലരായി തീരാ. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. യോജിപ്പോടും സ്നേഹാരൂപിയിലും ഉൾക്കൊള്ളാം ദിവ്യമീ രഹസ്യങ്ങൾ. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. ഞങ്ങൾക്കിവ നീ ഉത്ഥാനത്തിനും രക്ഷയ്ക്കും കാരണമാക്കണമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറുഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശ്വാസമാകുന്ന പാറമേൽ തന്റെ സഭയെ പണിതുയർത്തുകയും സ്ലീഹന്മാരെയും പ്രവാചകന്മാരെയും സത്യപ്രബോധകരെയും സഭയ്ക്ക് നൽകുകയും ചെയ്യുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. വിശ്വസ്തയായ സഭയെ, രാജാക്കന്മാരുടെ രാജാവായ പിതാവിൻ്റെ പുത്രി, നീ അനുഗ്രഹീതയാകുന്നു. പ്രിയ സഹോദരരെ, സഭയിൽ സജ്ജമാക്കിയിരിക്കുന്ന മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് നമുക്ക് നിത്യജീവൻ അവകാശമാക്കാം.
ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോട് ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ, യേശുവേ നീ വരുമോ? എന്നോട് ചേരാൻ, എന്നുള്ളിൽ വാഴാൻ, എന്നരികിൽ നീ വരുമോ? മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ, സ്നേഹം തുളുമ്പിടുന്ന നാഥ കനിഞ്ഞു നവ്യ ജീവൻ ചൊരിഞ്ഞിടേണമേ. ദേവാലയത്തിൽ ദിവ്യ കർമ്മങ്ങൾ കണ്ട കണ്ണുകൾ, ലോകാവസാന നാളിൽ ആകാശമാറിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. ലോകാവസാന നാളിൽ ആകാശമാറിൽ നിന്റെ ആരമ്യ കാന്തി കാണണം. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരിൽ, സ്നേഹം തുളുമ്പിടുന്ന നാഥ കനിഞ്ഞു നവ്യ ജീവൻ ചൊരിഞ്ഞിടേണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രസങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം അനുഭവിക്കുവാനും പൈതൃകമായ പരിപാലനയുടെ മാധുര്യം നുകരുവാനും അങ്ങ് ഞങ്ങളെ അനുവദിച്ചുവല്ലോ. പുതിയ ജെറുസലേമായി സഭയെ തിരഞ്ഞെടുത്ത അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ ദിവ്യഭവനത്തിൽ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാനും ഭാഗ്യം ലഭിച്ച ഞങ്ങളെ സകല സ്വർഗവാസികളോടുകൂടി അങ്ങേ പരിശുദ്ധനെന്ന് പാടിസ്തുതിക്കുവാൻ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കാരുണ്യവാനായ മിശിഹായേ, നിന്റെ അമൂല്യ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ തിരുവചനം ശ്രവിക്കുവാനും തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെ വിശുദ്ധമായി സംരക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സഭയെ നിർമ്മല വധുവായി സ്വീകരിച്ച മിശിഹായെ, മനുഷ്യവർഗം മുഴുവൻ അവളെ രക്ഷയുടെ കുദാശയായി സ്വീകരിക്കുവാനും അക്ഷയമായ ജീവനവകാശികളായി തീരുവാനും ഇടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമയം 9:30 ആയിരിക്കും, ഞായറാഴ്ച 9:30. കാരണം 2-2.25 മണിക്കൂർ എടുക്കും റാസ കുർബാന നമ്മൾ ചൊല്ലിത്തീർത്ത് വരുമ്പോൾ. അപ്പോൾ രാവിലെ ചൊല്ലിയാൽ അത് സമയം നീണ്ടുപോകുമ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. ഷുഗർ പേഷ്യൻസും ഒക്കെ ഉണ്ട്, ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കുക. നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് 9:30 അടുത്ത ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ലൈവായിട്ട് കുർബാന അർപ്പിക്കണം. ഇനി ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അച്ഛാ റാസ കുർബാന ഒന്ന് പള്ളി വന്ന് കൂടിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. നമ്മുടെ സ്ഥല പരിമിതിക്കുള്ളിൽ കൊള്ളാവുന്ന അത്രയും ആളുകളെ നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും പള്ളി ഓഫീസ് ഉച്ചവരെ, ഞായറാഴ്ചകളിൽ ഉച്ചവരെ പ്രവർത്തിക്കുന്നതായിരിക്കും. കുർബാനയ്ക്ക് ശേഷം 1 മണി വരെ പള്ളി ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാസവരി അടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പള്ളിയിലേക്ക് സംഭാവനകൾ നൽകാനോ ഒക്കെ താല്പര്യമുള്ളവർ ഈ സമയം ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർത്താവാമിശിഹാ വഴിയാൽ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നെന്നും. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആശീർവാദത്തിന് മുമ്പ് ഒരു അറിയിപ്പ് പറഞ്ഞായിരുന്നു. അത് നെറ്റിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നറിഞ്ഞു. അതുകൊണ്ട് ആവർത്തിക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഇടവക ജനത്തെ അറിയിക്കാനുള്ളത്. ഇടവക ജനത്തെയും മറ്റ് യൂട്യൂബിലൂടെയൊക്കെ ഈ കുർബാനയിൽ പങ്കെടുക്കുന്നവരെയും അടുത്ത ഞായറാഴ്ച ഈശോ തമ്പുരാൻ്റെ രാജത്വ തിരുനാളാണ്. അതായത് ഈശോയെ നാഥനും രാജാവുമായി ഏറ്റുപറയുന്ന തിരുനാൾ. ഈ കാലഘട്ടത്തിൽ ഈ തിരുനാൾ ഭംഗിയോടെ ആഘോഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ നിസ്സാരത നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയ വർഷമാണ് 2020 ആണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ലോകം മുഴുവൻ ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കണം, ഈശോയെ നീയാണ് ഞങ്ങളുടെ രാജാവെന്ന്. അത് ഭംഗിയായിട്ട് ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് റാസ കുർബാനയുടെ ഏറ്റവും ആഘോഷപൂർവമായ രൂപമായ റാസ കുർബാന അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ അത് രാവിലെ നമ്മുടെ പതിവ് സമയത്തായിരിക്കുകയില്ല, 6:30 മണിക്കായിരിക്കുകയില്ല. കാരണം 2:30-2:45 3 മണിക്കൂറിനടുത്തെടുക്കും റാസ കുർബാന ചൊല്ലിത്തീരുമ്പോൾ. അപ്പോൾ 6:30 തുടങ്ങിയാൽ 9:30 ആകും തീരാൻ. അപ്പോൾ നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്രയും നേരം ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ 9:30 കുർബാന ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്
ഒരുങ്ങിയിരിക്കുക. നമുക്ക് ഒരുമിച്ച് അർപ്പിക്കണം. ഇനി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് റാസ കുർബാന പള്ളിയിൽ വന്നൊന്ന് കൂടിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പറ്റാവുന്നത്ര എണ്ണം ആളുകളെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ അറിയിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇന്ന് മുതൽ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ പള്ളി ഓഫീസ് ഉച്ചവരെ പ്രവർത്തിക്കുന്നതായിരിക്കും. ഞായറാഴ്ചകളിൽ രാവിലെ കുർബാനയ്ക്ക് ശേഷം തുറന്നിട്ട് 1 മണി വരെ പ്രവർത്തിക്കും. കൈക്കാരന്മാർ ഓഫീസിലുണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് വന്ന് മാസവരിയൊക്കെ തന്നായിരുന്നു. ഇനിയും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സാമ്പത്തിക സാഹചര്യമല്ല എങ്കിൽ മാസവരി അടയ്ക്കാനും, ഇനിയിപ്പോൾ അധിക കൃപ ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരല്പം സംഭാവനയായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുമൊക്കെയുള്ള അവസരമുണ്ടെന്ന് അത് ഈ ഞായറാഴ്ച സമയം അതിനുവേണ്ടി ഉപയോഗിക്കണമെന്ന് കൂടി അറിയിക്കട്ടെ. നന്ദി. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ? ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ? യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ? നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരവൃന്ദത്തിൽ ചന്ദ്രൻ, 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാതാരവൃന്ദത്തിൽ ചന്ദ്രൻ, സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി, സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. യേശുവിനമ്മേ മാതാവേ,